സാധാരണ നമ്മൾ ഒ പിയിൽ ബാക്ക് പെയിൻ ആയിട്ട് വരുന്ന ആളുകൾ കുറേ കാലങ്ങളായിട്ടുള്ള ബാക്ക് പെയിൻ ഉണ്ടാവും. പതുക്കെ പതുക്കെ അവർ പറയുന്ന ലക്ഷണമാണ് ബാക്ക് പെയിൻ പതുക്കെ എൻ്റെ കാലിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്. മുമ്പൊക്കെ ഊരവേദന വന്നു കഴിഞ്ഞാൽ, തണ്ടല് വേദന വന്നു കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ 1-2 ദിവസം റെസ്റ്റ് എടുത്താൽ അതിൽ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ തണ്ടല് വേദന വന്നു കഴിഞ്ഞാൽ ആ ഊരവേദന പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇതിപ്പോൾ പതുക്കെ പതുക്കെ കാലിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ബാക്ക് പെയിൻ വന്നിട്ട് ആ വേദന കാലിൻ്റെ പുറകിലൂടെ നമ്മുടെ പാദത്തിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ ബാക്ക് പെയിനിൽ നമ്മൾ കാണുന്ന കണ്ടീഷനും സയാറ്റിക്ക തന്നെയാണ്. നമുക്കറിയാം, ഒരു ലൈഫ് ടൈമിൽ ഒരു ബാക്ക് പെയിൻ വന്ന ഒരാൾക്ക് ലൈഫ് ടൈമിൽ 90% ആളുകൾക്കും ഒരിക്കലെങ്കിലും ബാക്ക് പെയിൻ വരും. ആ ബാക്ക് പെയിൻ എപ്പോഴാണോ സയാറ്റിക്കിലേക്ക് പോകുന്നത് അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതായത് ബാക്ക് പെയിന് ബാക്കിൽ നിന്നും എത്രത്തോളം താഴോട്ട് ലക്ഷണങ്ങൾ കൂടി വരുന്നോ അത് അസുഖം വേഴ്സായി പോകുന്ന ലക്ഷണമാണ്. അതേസമയം കാലിൽ വരുന്ന ലക്ഷണങ്ങൾ, കാലിൽ വരുന്ന തരിപ്പ് അല്ലെങ്കിൽ മരവിപ്പ്, ഈ പറഞ്ഞ പോലെ റേഡിയേറ്റിംഗ് പെയിന്, അതുപോലെ തന്നെ കാലിന് വരുന്ന ബലക്കുറവുകളൊക്കെ കുറഞ്ഞ് കുറച്ചുകൂടെ ബാക്കിൻ്റെ ഭാഗത്തോട്ട് കയറി വരികയാണെങ്കിൽ അതൊരു നല്ല സൈനായിട്ടുമാണ് സാധാരണ ബാക്ക് പെയിൻ ചികിത്സയിൽ നമുക്ക് പറയാറ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ബാക്ക് പെയിൻ പേഷ്യൻ്റ്, പ്രത്യേകിച്ച് ബാക്ക് പെയിൻ വന്ന് കാലിലേക്കുള്ള സയാറ്റിക്ക പേഷ്യൻസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, റെസ്റ്റ് എടുക്കേണ്ടതുണ്ടോ, ഏതൊക്കെ മെഡിക്കേഷൻസ് എടുക്കണം, എപ്പോഴാണ് നമ്മൾ ബെൽറ്റ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ എക്സസൈസ് ചെയ്യണം, എന്തെല്ലാം ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ഷമീർ തോടേങ്ങൽ, പ്രസൻറ്റ് ആയുർവേദ ഓർത്തോപെഡിക് ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി ക്ലിനിക് ഡയറക്ടറാണ്. ഇനി സയാറ്റിക്കായിട്ട് വരുന്ന പേഷ്യൻറ്റുകൾക്ക് പലതരം ലക്ഷണങ്ങളുമായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ബാക്ക് പെയിനോട് കൂടി വന്നിട്ട് പതിയെ കാലിൻ്റെ പുറകിലൂടെ, നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന എല്ലാ വേദനകളും സയാറ്റിക്ക അല്ല. അതുകൊണ്ട് തന്നെ ബാക്ക് പെയിൻ കാലിൻ്റെ തൊടയുടെ പുറകു വശത്തിലൂടെ, കാഫ് മസിലൂടെ ഫൂട്ടിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പെയിനെ മാത്രമാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ബാക്കിൽ നിന്നും സയാറ്റിക് നെർവ്, നമുക്കറിയാം L4, L5, S1, S2, S3 ഈ 5 നെർവ് റൂട്ടുകൾ ചേർന്നിട്ടുള്ള ഏറ്റവും വലിയ നെർവുകൾ ഒന്നായ സയാറ്റിക് നെർവിന് വരുന്ന കംപ്രഷൻ കൊണ്ടാണ് സയാറ്റിക് ഉണ്ടത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ബാക്കിൽ നിന്നും പുറകിലൂടെ കാലിലേക്ക് പോകുന്ന റേഡിയേറ്റിംഗ് പെയിനെയാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത്. സയാറ്റിക്ക ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടത്, നമുക്കറിയാം ബാക്കിൽ നിന്ന് കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പോകുന്നു. തുടക്കത്തിൽ കാലിലോട്ട് പെയിൻ റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്റ്റേജിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാലിലോട്ട് തരിപ്പ് അനുഭവപ്പെടുന്നു. കുറച്ചുകൂടെ സിവിയർ ആയി കഴിഞ്ഞാൽ ആ ഒരു കാലിനോ അല്ലെങ്കിൽ 2 കാലിനോ ഹെവിനെസ്, ഒരു കനം ഫീൽ ചെയ്യുന്നു. അതേപോലെ തന്നെ കാലിന് ബലക്കുറവും ഫീൽ ചെയ്യുന്നു. കുറച്ച് ക്രോണിക് ആയി കഴിഞ്ഞാൽ, കുറച്ച് പഴങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ നമുക്ക് നല്ല രീതിയിൽ ബാധിക്കുന്ന തരത്തിൽ വരുന്ന സമയത്ത് കാലിന് രണ്ടിന് ബലക്കുറവോടുകൂടി, നമുക്കറിയാം നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മലമൂത്രം പോവാൻ കഴിയാത്ത രീതിയിൽ, അതല്ലെങ്കിൽ അറിയാതെ പോകുന്ന തരത്തിലേക്ക് നമ്മളെ ഈ സയാറ്റിക് പെയിന് മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ പെരിനിയൽ ഏരിയ, നമ്മുടെ പ്രൈവറ്റ് ഏരിയ, നമ്മുടെ തൊടയുടെ ഉൾഭാഗത്ത് അല്ലെങ്കിൽ ബവൽ യൂറിൻ വരുന്ന ആ ഭാഗത്തേക്ക് ഒരു മരവിപ്പ് പോലെ പേഷ്യൻറ്റിന് അനുഭവപ്പെടുന്നു. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ ഒരു സാധാ സയാറ്റിക്ക ഏറ്റവും സിവിയർ ആയിട്ടുള്ള സർജറിയിലോട്ട് പോകുന്ന അവസ്ഥയിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ, റേഡിയേറ്റിംഗ് പെയിനായിട്ട് തുടങ്ങിയിട്ട് പതുക്കെ തരിപ്പിലേക്ക് പോയി ശേഷം കാലിലെ ബലക്കുറവിലോട്ട് പോകുമ്പോൾ അത് സയാറ്റിക്കയുടെ ഏറ്റവും സിവിയർ ആയിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. എപ്പോഴാണോ ഈ മലമൂത്രം തടഞ്ഞു നിൽക്കുന്നതോ അതല്ലെങ്കിൽ അറിയാതെ പോകുന്നതോ ആയ ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ കാലിൻ്റെ ഇടയിൽ വരുന്ന തരിപ്പ് മരവിപ്പൊക്കെ വരുന്നത്, അത് നിർബന്ധമായിട്ടും സർജറി ചെയ്യേണ്ടതോ അതല്ലെങ്കിൽ ഒരു ന്യൂറോ സർജൻ്റെ ഒപ്പീനിയൻ എടുക്കേണ്ടതോ ആയ ഒരു അവസ്ഥ കൂടിയാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എങ്ങനെയാണ് നമുക്ക് ബാക്ക് പെയിൻ വരുന്നത്, അല്ലെങ്കിൽ ബാക്ക് പെയിൻ്റെ കൂടെ എപ്പോഴാണത് സയാറ്റിക്കയിലേക്ക് മാറുന്നത്, എപ്പോഴാണ് റേഡിയേറ്റിംഗ് പെയിനിലോട്ട് മാറുന്നത്? നമ്മുടെ അടുത്ത് നട്ടെല്ലിൻ്റെ ഒരു ഡെമോ ഉണ്ട്. നമുക്കറിയാം സയാറ്റിക്ക എന്ന് പറയുന്ന L4, L5, S1, S2, S3 നെർവ് റൂട്ടിൽ വരുന്ന കംപ്രഷനാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രാക്ടീസിൽ ഈ പറഞ്ഞ ഇത് L5 ആണ്, ഇത് L4 ആണ്, L3 ആണ്. ഈ L4, L5 അതുപോലെ തന്നെ L5, S1, L4, L5 ഉണ്ട്, L5, S1 ഉണ്ട്. നമുക്കറിയാം ഇത് സാക്രമാണ്, ഇത് L5 ആണ്. സോ ഇതിന് രണ്ടിലിടയിലെ L5, S1 നെർവ് റൂട്ടിന് വരുന്ന കംപ്രഷൻ ആവാം, അതല്ലെങ്കിൽ L4, L5 വരുന്ന നെർവ് റൂട്ട് കംപ്രഷൻ ആവാം. ഈ 2 അവസ്ഥകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സയാറ്റിക്ക കാണാൻ പറ്റുന്നത്.
നമുക്കറിയാം നട്ടെല്ലിൻ്റെ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ തൊടുന്നത് ഈ ഒരു സ്പൈനസ് പ്രോസസ് എന്ന് പറയുന്ന ഈ ഭാഗത്താണ്. അപ്പോൾ അതിൻ്റെ തൊട്ടുള്ളിലായിട്ടാണ് നമുക്കറിയാം നട്ടലുകളുണ്ട്. ഓരോ കശേരുകളുടെ ഇടയിൽ ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് എന്ന് പറയും. നമ്മൾ ഡിസ്ക് തള്ളൽ അല്ലെങ്കിൽ ഡിസ്കിനെ അമർച്ച എന്നൊക്കെ പറയുന്ന ഈ ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് ഒരു ഫ്ലൂയിഡ്, അതായത് വെള്ളം നിറഞ്ഞിട്ടുള്ള ഒരു ഏകദേശം 90% വെള്ളമുള്ള ഒരു ഫൈബ്രോ കാർട്ടിലേജിൻ്റെ സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ ആ ഡിസ്കിന് വരുന്ന അമർച്ച നമ്മളിവിടെ നോക്കിയാൽ അറിയാം. ഈ ഡിസ്കിൻ്റെ രണ്ട് സൈഡിലോട്ടും ന്യൂറൽ ഫൊറാമൻ എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ വഴി ആ സ്ട്രക്ചറിലൂടെ ഈ ഞരമ്പ് കാലിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. എപ്പോഴാണോ ഈ ഡിസ്കിന് അമർച്ച വന്നിട്ട് ഈ ഞരമ്പിന് കംപ്രഷൻ അമർച്ച വരുന്നത്, അപ്പോഴാണ് നമ്മൾക്ക് കാലിലേക്ക് ആദ്യം റേഡിയേറ്റിംഗ് പെയിൻ ആവും. ഈ അമർച്ചയുടെ സിവിയറിറ്റി അനുസരിച്ച് അത് പതുക്കെ നമ്മുടെ തരിപ്പിലോട്ട് പോകുന്നു. കുറച്ചുകൂടെ സിവിയറായിട്ട് ആ കാലിലോട്ട് വരുന്ന ആ ഹോള് ചുരുങ്ങിപ്പോവുക അല്ലെങ്കിൽ സുഷുമ്നാനാഡി ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ വരുന്ന സമയത്ത് കാലിലോട്ട് ബലക്കുറവും പതുക്കെ അത് സർജറിയിലേക്കും നമുക്ക് പോകുന്നത് കാണാൻ പറ്റും. ഇനി എങ്ങനെയാണ് നമുക്ക് സയാട്ടിക്ക തിരിച്ചറിയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് രോഗിയുടെ പ്രസൻറ്റേഷൻ നോക്കിയിട്ടാണ് നമ്മൾ സയാട്ടിക്ക ഡയഗ്നോസ് ചെയ്തത്. നമുക്കറിയാം പെട്ടെന്ന് വന്ന ഒരു ബാക്ക് പെയിൻ വിത്ത് സയാട്ടിക്ക, ഒരു പേഷ്യൻ്റ് നമ്മളെടുത്ത് ഒ പിയിൽ വരുന്നത് വീണിട്ടാണെങ്കിൽ, ഒരു വീണ് വന്ന പേഷ്യൻറ്റിന് സിവിയർ ആയിട്ടുള്ള കാലിലോട്ട് റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടെങ്കിൽ അതൊരു വാർണിംഗ് സൈൻ തന്നെയാണ്. കൃത്യമായിട്ട് എക്സ്റേ അല്ലെങ്കിൽ MRI ഒക്കെ എടുത്ത ശേഷം മാത്രമേ അങ്ങനെയുള്ള രോഗികളെ നമ്മൾ ചികിത്സിക്കാവൂ. അതേസമയം കുറേ കാലങ്ങളായിട്ട് ബാക്ക് പെയിൻ ഉള്ള പേഷ്യൻറ്റിന് പതുക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് അടുത്ത് കാലിലോട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ബാക്ക് പെയിൻ എന്ന് ഡയഗ്നോസ് ചെയ്തതിന് പകരം നമ്മൾ സയാറ്റിക്ക എന്ന ഒരു ടേമിലോട്ട് നമ്മൾ മാറുന്നു. അതിൻ്റെ അർത്ഥം മുമ്പുണ്ടായിരുന്ന ഡിസ്ക് കംപ്രഷൻ, നമുക്കറിയാം എല്ലാ ഡിസ്ക് കംപ്രഷനും നെർവ് റൂട്ടിന് അതിൽ ഞരമ്പുകൾക്ക് അമർച്ച ഉണ്ടാക്കുന്നില്ല. സോ ഈ ഡിസ്കിന് വരുന്ന അമർച്ച ഒരു പരിധി വിടുമ്പോഴാണ് അതിൻ്റെ രണ്ട് സൈഡിലോട്ടും വലതും ഇടതും കാലിലോട്ട് പോകുന്ന ഞരമ്പുകൾക്ക് കൂടുതൽ അമർച്ച ഉണ്ടാക്കുന്നതും അപ്പോഴാണത് കാലിലേക്ക് റേഡിയേറ്റിംഗ് പെയിനായിട്ട് വരുന്നതും. ഇനി ഇങ്ങനെ കാലിലേക്ക് റേഡിയേറ്റിംഗ് പെയിനായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴാണോ ഈ റേഡിയേറ്റിംഗ് പെയിൻ തൊടയുടെ പുറകുവശത്തിലൂടെ കാലിലേക്ക് പോകുന്നത് അപ്പം മാത്രമേ നമ്മൾ സയാറ്റിക്ക എന്ന് പറയുള്ളൂ. ഈ സയാറ്റിക്ക വന്ന പേഷ്യൻറ്റിനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നത് ഒന്നീ പറഞ്ഞ പോലെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ നോക്കിയിട്ട് നമ്മൾ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ എത്രത്തോളം അതിന് കംപ്രഷൻ ഉണ്ട്, ഏതൊക്കെ നെർവ് റൂട്ടാണ് കൃത്യമായിട്ട് അതിൽ ബാധിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ എത്രത്തോളം നമ്മൾ സർജറിക്ക് വേണോ അതല്ല കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് മരുന്ന് കൊടുത്ത് ഫിസിയോതെറാപ്പിയും ആയുർവേദ ട്രീറ്റ്മെൻറ്റും ഉഴിച്ചിൽ പോലെയുള്ള പഞ്ചകർമ്മ ചികിത്സ വെച്ച് മാറുമോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി കൂടിയാണ് നമ്മൾ MRIയിലോട്ട് പോകുന്നത്. ഒരു MRI ലംബാർ സ്പൈൻ ഒരു MRI എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ട് ഏത് ഭാഗത്തുള്ള ഞരമ്പിന് അമർച്ച സംഭവിക്കുമ്പോഴാണ് ഈ ഒരു കംപ്രഷൻ വന്ന് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ക്ലിനിക്കലി നമ്മൾ ആ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്ത ശേഷം നമുക്കൊരു പ്രൊവിഷണൽ ഡയഗ്നോസിസ് ഉണ്ട്. ഏകദേശം ഇന്ന ഞരമ്പിനാണ് അമർച്ച വന്നിട്ടുള്ളത്. ആ വന്ന ഞരമ്പ് അതേ ഫൈൻഡിങ്സ് ആണ് നമുക്ക് MRI കിട്ടുന്നതെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകണം. അതേസമയം നമ്മൾ MRIയിൽ പറയുന്ന കംപ്രഷൻ അല്ല രോഗിയുടെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ എങ്കിൽ നമ്മൾ രോഗിയുടെ ക്ലിനിക്കൽ അവസ്ഥ നോക്കിയിട്ട് പ്രസൻറ്റേഷൻ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സയാറ്റിക്ക വന്ന ഒരു പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ മോഡിഫിക്കേഷനാണ് അവർ ലൈഫിൽ വരുത്തേണ്ടത്? ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഒബീസിറ്റി ഉള്ള കാര്യം, അതല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള കാര്യം, പ്രത്യേകിച്ച് നമ്മൾ സെൻട്രൽ ഒബീസിറ്റി എന്ന് പറയും. കാരണം ഇത് ഡിസ്കോജനിക് പെയിൻ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്കിന് വരുന്ന അമർച്ച കുറക്കുന്നത് എന്തും സയാറ്റിക്കയും കുറക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം സെൻട്രൽ ഒബീസിറ്റി, നമ്മളെ കൊടവയറെന്നൊക്കെ പറയും, സെൻട്രൽ ഒബീസിറ്റി കുറക്കാനുള്ള ഡയറ്റുകളും പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് പ്രോട്ടോക്കോളും ചെയ്തിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ബാക്ക് പെയിനെ ചികിത്സിക്കേണ്ടത്. നമുക്കറിയാം സയാറ്റിക്കയുടെ ചികിത്സയിൽ 5% ബോഡി വെയ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ 50% നമുക്ക് സയാറ്റിക്കയും കുറക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു വെയ്റ്റ് റിഡക്ഷൻ ഡയറ്റും എക്സസൈസും, ആ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അത് ബാക്ക് പെയിനെ കൂട്ടാത്ത രീതിയിലുള്ള എക്സസൈസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇനി രണ്ടാമതായിട്ട് റെസ്റ്റാണ് പറയുന്നത്. റെസ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കറിയാം സാധാരണ പറയുന്ന ഒരു ഡിസ്കോജനിക് പെയിൻ ആണെങ്കിൽ 5 days മാത്രമാണ് നമ്മൾ കമ്പൾസറി ആയിട്ടുള്ള ബെഡ് റെസ്റ്റ് പറയേണ്ടത്. അതേസമയം ഡെവലപ്മെൻ്റലായിട്ട് വരുന്ന സ്പോണ്ടൈലോലൈസിസ്, ഒലിസ്തസിസ് പോലെയുള്ള പേഷ്യൻറ്റിന് വരുന്ന ബാക്ക് പെയിൻ ആണെങ്കിൽ ഒരു 3 ദിവസത്തെ റെസ്റ്റ് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അതേസമയം നമുക്കറിയാം ഒരു സിവിയർ ആയിട്ട് വരുന്ന സയാറ്റിക്ക, സിവിയർ ആയിട്ടുള്ള റേഡിയേറ്റിംഗ് പെയിൻ, അതുപോലെ തന്നെ ലോവർ ലിംബ് വീക്ക്നെസ്, അതൊരിക്കലും സർജറിയിൽ എത്താത്ത തരത്തിലാണെങ്കിൽ നമുക്കറിയാം ഡിസ്ക് എക്സ്ട്രൂഷൻ, ഡിസ്ക് സീക്വസ്ട്രേഷൻ പോലെയുള്ള
കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ അല്ലെങ്കിൽ സയാറ്റിക്ക ആണെങ്കിൽ നമുക്കൊരു 3 ആഴ്ച മുതൽ 1 മാസം വരെ, 1 മാസം മുതൽ 3 മാസം വരെയൊക്കെ നമ്മൾ ബെഡ് റെസ്റ്റ് പറയാറുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ അവസ്ഥ നോക്കിയിട്ട് മാത്രമേ നമ്മൾ റെസ്റ്റ് പറയാവൂ. ഒരു പരിധി വിട്ട് റെസ്റ്റ് ചെയ്യുന്നത്, നമുക്കറിയാം ഡിസ്യൂസ് അട്രോഫി എന്ന് പറയും, നമ്മൾ ഒരു മസിൽ ഉപയോഗിക്കാതിരുന്നാൽ ആ മസിൽ ചുരുങ്ങി പോകുന്ന അവസ്ഥയുണ്ട്. സോ ഒരു പരിധി വിട്ട് ബാക്ക് പെയിനിൽ റെസ്റ്റ് എടുക്കുന്നത് ബാക്ക് പെയിൻ കൂട്ടുകയുള്ളൂ, ഒരിക്കലും ബാക്ക് പെയിന് ഭേദമാവാൻ അത് സഹായിക്കില്ല. കൃത്യമായ സമയത്ത് മാത്രമേ റെസ്റ്റ് എടുക്കാവൂ. റെസ്റ്റ് എടുത്ത ഇൻഫ്ലമേറ്ററി ഫേസ് മാറിയ ശേഷം ബാക്കിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ, അതുപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്തിട്ട് മസിലിനെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിൻ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയും. ഇനി ബാക്ക് പെയിൻ ചികിത്സ ശ്രദ്ധിക്കേണ്ട കാര്യം, സർജറി ചെയ്യേണ്ട അവസ്ഥകളിൽ കൃത്യമായിട്ട് സർജറിക്ക് പേഷ്യൻറ്റിനെ നമ്മൾ റെഫർ ചെയ്യണം. നോൺ സർജിക്കൽ ആണെങ്കിൽ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുകയും വേണം. ഇനി അടുത്തത് മെഡിക്കൽ മാനേജ്മെൻറ്റാണ്. ആയുർവേദത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് കടീഗ്രഹം എന്നുള്ള പേര് പറയാറുണ്ട്. അതുപോലെ തന്നെ ഗൃദ്രസി എന്നുള്ള പേരിലും ആയുർവേദത്തിൽ ബാക്ക് പെയിനും സയാറ്റിക്കയും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റും ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. നമുക്കറിയാം ബാക്ക് പെയിനിൽ വരുന്ന ടെൻഡർനെസ് ഉണ്ട്, കാലിലോട്ടുള്ള റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ട്, കൃത്യമായിട്ട് ലേപനങ്ങളുണ്ട്, കൃത്യമായിട്ട് ബാൻഡേജുകളുണ്ട്, അതുപോലെ തന്നെ തൈല പ്രിപ്പറേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റേർണലി നമുക്ക് അകത്ത് കഴിക്കുന്ന മരുന്നുകളുണ്ട്, അതുപോലെ തന്നെ ഘൃത പ്രിപ്പറേഷൻസ് ഉണ്ട്, വസ്തി പോലുള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. സോ ഇതുപോലെയുള്ള കൃത്യമായിട്ട് പേഷ്യൻറ്റിൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പേഷ്യൻറ്റ് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ വേദന കുറക്കാൻ, അതുപോലെ തന്നെ മസിൽ ടൈറ്റ്നസ്സിന് നമുക്കറിയാം ഹാംസ്ട്രിങ്ങിൻ്റെ ടൈറ്റ്നസ് പോലെയുള്ള, ഹിപ്പ് ഫ്ലെക്സർ മസിലിൻ്റെ ടൈറ്റ്നസ് പോലെയുള്ള, വീക്ക് ഗ്ലൂട്ടിയസ് പോലെയുള്ള അവസ്ഥകൾ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സയാറ്റിക്കയുടെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി പ്രോട്ടോകോൾ ചെയ്യുന്നതോട് കൂടി തന്നെ ഈ മസിലുകൾ, ടൈറ്റായ മസിലുകളെ റിലീസ് ചെയ്യാനും വീക്കായ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യാനും, അതുപോലെ തന്നെ ബോഡിയുടെ ഒരു ബാലൻസ് ഉണ്ട്, ഒരു മെക്കാനിസം, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഫിസിയോതെറാപ്പി അതുപോലെ തന്നെ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക് പെയിൻ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ആദ്യമായി നമ്മൾ കാണുന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനും എക്സ്റേയിലോട്ടൊക്കെ പോയി കൃത്യമായിട്ട് ആ അസുഖം ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. അതിനുശേഷം ആയുർവേദിക് മാനേജ്മെൻറ്റും ഫിസിയോതെറാപ്പിയും സ്ട്രെങ്തനിങ് എക്സസൈസും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ച് വരാത്ത വിധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ക് പെയിനെ ചികിത്സിക്കാൻ പറ്റും. അതേസമയം നേരത്തെ പറഞ്ഞ റെഡ് ഫ്ലാഗ് സൈനുകളുണ്ട്. നമുക്കറിയാം, ഒരു സയാറ്റിക് വന്നൊരു പേഷ്യൻറ്റിന് പെട്ടെന്ന് ഫുഡ് ഡ്രോപ്പ് ഡെവലപ്പ് ചെയ്യുന്നു. അതായത് കാലിൻ്റെ ആംഗിൾ ജോയിൻറ്റ് മുകളിലോട്ട് പൊക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ സർജറിയിലോട്ട് പോകണം. ബാക്ക് പെയിനുള്ള ആളുകൾക്ക് പെട്ടെന്ന് 2 കാലിലും ബലക്കുറവ് വരിക, ലോവർ ലിംബ് വീക്ക്നെസ് വരികയാണെങ്കിൽ അതൊരു വാർണിംഗ് സൈനാണ്. കൃത്യമായിട്ട് MRI എടുത്തിട്ട് ആ കണ്ടീഷൻ നമ്മൾ അസസ് ചെയ്യണം. ബാക്ക് പെയിനുള്ള പേഷ്യൻറ്റിന് അവരുടെ മലവും മൂത്രവും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അറിയാതെ പോകുന്ന അവസ്ഥ പെട്ടെന്ന് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്തോ ഈ ഒരു കണ്ടീഷൻ കാണുകയാണെങ്കിൽ അതൊരു വാർണിംഗ് സൈനാണ്. കൃത്യമായിട്ട് MRI എടുക്കുക, അതല്ലെങ്കിൽ ഒരു ന്യൂറോ സർജൻ്റെ ഒപ്പീനിയൻ നമ്മൾ കാണണം. അതേപോലെ തന്നെയാണ് നമ്മുടെ തൊടയുടെ ഉൾഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ വരുന്ന മരവിപ്പും ഒരു വാർണിംഗ് സൈനാണ്. നമുക്ക് കോഡായിക്കിന സിൻഡ്രോം എന്ന് പറയും. കോഡായിക്കിന എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് നെർവ് റൂട്ടാണ്, ലംബാറും സാക്രൽ പ്ലെക്സസ് ഒന്നിച്ച് ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരവസ്ഥയിൽ നമ്മൾ സർജറി ചെയ്തിട്ടില്ലെങ്കിൽ അരക്ക് കീപ്പ് താഴെ തളർന്നു പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം 100% സർജറി പറയുന്ന അവസ്ഥകളിൽ ഒന്നാണ് കോഡായിക്കിന സിൻഡ്രോം. ഞാൻ ഈ പറഞ്ഞ 3 ലക്ഷണങ്ങളാണ്. ബവൽ യൂറിൻ ഇൻകോണ്ടിനൻസ്, സാഡിൽ അനസ്തേഷ്യ, അതുപോലെ തന്നെ ലോവർ ലിംബ് വീക്ക്നെസ് ഒക്കെയാണ് അതിൻ്റെ പ്രസൻറ്റേഷൻസ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സർജറിയിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളതും കൂടെ നമുക്ക് അറിയണം. സോ സർജറി അല്ലാത്ത എല്ലാ ബാക്ക് പെയിനുകളും നമുക്ക് കൺസർവേറ്റീവ് ആൻഡ് മെഡിക്കൽ മാനേജ്മെൻറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്ക് പെയിൻ ചെയ്യലിൽ നമുക്കറിയാം 6 മാസത്തോളം നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടും പേഷ്യൻറ്റിൻ്റെ ബാക്ക് പെയിൻ കുറവില്ലെങ്കിലും അവിടെ നമുക്ക് വേണമെങ്കിൽ പേഷ്യൻറ്റിനെ സർജറി ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കുറേ ടൈപ്പ് സർജറി അവൈലബിൾ ആണ്. ഏറ്റവും മിനിമൽ ഇൻവേസീവ് ആയിട്ടുള്ള എൻഡോസ്കോപ്പിക് സർജറി ഏതാ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്കറിയാം SNRB സെലക്റ്റീവ് നെർവ് റൂട്ട് ബ്ലോക്ക് മുതൽ മൈക്രോ ഡിസ്കെക്ടമി മുതൽ ഡിസ്കെക്ടമി സർജറി മുതൽ ലാമിനെക്ടമി വരെയുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്. അത് ഓരോ പേഷ്യൻറ്റിൻ്റെയും ഓരോ കണ്ടീഷൻ അനുസരിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സർജറിയാണ് ഇൻഡിക്കേറ്റഡ് എങ്കിൽ ഒരു കാരണവശാലും അത് മെഡിക്കൽ മാനേജ്മെൻറ്റോ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റോ ഫിസിയോതെറാപ്പിക്കോ നിൽക്കരുത്. അതേസമയം അത് കൃത്യമായിട്ട് സർജറി ചെയ്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വശം അല്ലെങ്കിൽ കാലിൻ്റെ അരക്ക് കീഴ്പ്പെട്ടോ തളർന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ മാറ്റിവെച്ചുള്ള ബാക്കിയുള്ള എല്ലാ ബാക്ക് പെയിനുകളും
മെക്കാനിക്കൽ ആണെങ്കിലും നേരത്തെ പറഞ്ഞ ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ ആണെങ്കിലും ഡിസ്കോജനിക് ആണെങ്കിലും ക്ലോഡിക്കേഷൻ പെയിൻ വരാണെങ്കിലും ഏത് ബാക്ക് പെയിൻ ആണെങ്കിലും കൃത്യമായിട്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി എക്സസൈസ് പ്രോട്ടോകോൾ ചെയ്യുകയാണെങ്കിൽ ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നമുക്ക് ആയുർവേദിക് അപ്രോച്ച്, ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ചെയ്ത് നമുക്ക് ഈ ഒരു ബാക്ക് പെയിൻ ചികിത്സിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അതില്ലെങ്കിൽ നമുക്ക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് വീണ്ടും ഒരു അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.